ഹലോ, ഇന്ന് നമ്മളൊരു 250 കിലോമീറ്റർ അപ്പുറം ഒരു കല്യാണം കൂടാൻ പോവാണ് കേട്ടോ. രാവിലെ 6 മണിയാകുമ്പോൾ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് ഞാനത് നേരെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് പോവാണ്. കല്യാണം എവിടെ നടക്കുന്നതെന്നല്ലേ? വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മളെ സ്വന്തം ആലപ്പുഴയിലാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിക്കോട് നിന്നാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ട്രെയിനിൽ ഇതേ ഓൾറെഡി ലുമി എന്നെയും കാത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ചങ്ങ് എത്തിയപ്പം ലുമി കൊണ്ടുവന്ന് ഫുഡ് കഴിച്ചു. ഞാൻ സാധാരണ അങ്ങനെ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ലുമി കൊണ്ടുവന്നുകൊണ്ട് ഞാൻ കഴിച്ചു. അങ്ങനെ എറണാകുളം എത്തിയപ്പോഴാണ് എനിക്കൊന്ന് വിൻഡോ സീറ്റ് കിട്ടിയത്. വിൻഡോ സീറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. അത് പക്ഷേ അധികം നേരം നിന്നില്ല. കാര്യം എന്താണെന്നല്ലേ, നല്ല മഴ പെയ്തുകൊണ്ട് ഒന്നും കാണാനും പറ്റിയില്ല. ലാസ്റ്റ് 7 മണിക്കൂറിൻ്റെ അടുത്ത് ഈ ട്രെയിനിൽ ഈ ഇരിപ്പിരുന്നിട്ടാണ് ഞങ്ങളൊന്ന് ആലപ്പുഴ എത്തിയത്. അങ്ങനെ കാത്തിരുന്ന് ആലപ്പുഴ എത്തിയപ്പോൾ എൻ്റെ കണ്ണ് നേരെ പോയത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബേക്കറിയിൽ ഇരിക്കുന്ന പപ്സിലേക്കാണ്. ഞങ്ങൾ ആ ബേക്കറി കയറി കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ടാണ് കല്യാണ വീട്ടിലേക്ക് പോയത്. ഏത് വൈബ്? തള്ള വൈബ്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി നേരെ വിട്ടത് ആലപ്പുഴയുള്ള മണ്ണഞ്ചേരിക്കാണ്. അങ്ങനെ മണ്ണഞ്ചേരി ബസ് സ്റ്റോപ്പിൽ ചെന്നപ്പം നമ്മുടെ സിബിയും, അതായത് എൻ്റെ ഫ്രണ്ടും ചേട്ടനും കൂടി നല്ല കാറൊക്കെ എടുത്തു വന്നു. ഞങ്ങളെ പിക്ക് ചെയ്തു. ഞങ്ങൾ കാറിൽ കുറച്ച് ഏറിയിരുന്നു. പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പം അവർ നല്ല ചോറും ഉപ്പേരിയും കറിയും ഒക്കെ തന്ന് അതങ്ങ് കുശാലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വിട്ടത് തണ്ണീർമുക്കം ബണ്ട് കാണാനാണ്. ഇതാണ് മറ്റേ ഏത് സാഹചര്യത്തിലും കിടന്നുറങ്ങാൻ കഴിവുള്ള ദാറ്റ് ഫ്രണ്ട്. ഇതേ നേരത്തെ പോത്തുപോലെ കിടന്നുറങ്ങിയ പെണ്ണ് ഇപ്പൊ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് മീൻ പോലെ പെടയുന്നു. എന്തൊരു കഴിവല്ലേ. അങ്ങനെ കേട്ട് മാത്രം പരിചയമുള്ള ആലപ്പുഴയുടെ ബ്യൂട്ടി ഞാൻ നല്ലോണം ആസ്വദിച്ച് നിന്നു കേട്ടോ. ഇറ്റലിയിലെ വെനിസ് എന്ന് പറയുന്ന സിറ്റിയായിട്ട് നല്ല സാമ്യം ഉള്ളതുകൊണ്ട് തന്നെ ഏർലി 20th സെഞ്ചുറിയിലെ ഇന്ത്യൻ വൈസ്രോയ് ലോർഡ് ക്രസൻ ആണ് ആലപ്പുഴയെ വെനിസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിച്ചത്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇംപ്രസീവ് ബ്യൂട്ടി ആയിട്ടുള്ള കനാൽസും ബാക്ക് വാട്ടേഴ്സും ഒക്കെ തന്നെയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറച്ചേരം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാനും ഇതേ കഴിവ് തെളിയിച്ചു. ഈ കാണുന്നത് തല ചൊറിയുന്നതല്ല, പകരം ലുമിക്ക് നല്ല തലവേദന. എന്നിട്ട് അവള് തന്നെ സ്വന്തം മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി നേരെ വന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരം സൊറ പറഞ്ഞു. നിങ്ങൾ ഈ കൈകളിലേക്കൊന്ന് നോക്കൂ. ഇത്രയും നല്ല ഹെന്ന ഡിസൈൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ ലുമിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓൾ ബാക്കി ചെയ്യാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടേ. എന്ത് കഷ്ടല്ലേ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ഡേ. ഓക്കെ, ബൈ.